കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊതു ചടങ്ങിൽ വന്ദേ മാതരം ചൊല്ലിക്കൊണ്ട് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ വി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ വന്ദേ മാതരം ചൊല്ലുകയും അതിനുശേഷം ജനഗണമന അവതരിപ്പിക്കുകയും ചെയ്ത അനുഭവം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയരുടെ മതനിരപേക്ഷതയ്ക്കെതിരെയുള്ള ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും അവശേഷിക്കുന്നു. ആ വിഷയത്തിൽ ശ്രീ മുഹമ്മദ് റിയാസ് ഉയർത്തിയ വിമർശനത്തെ വർഗീയ വിഭാഗീയ ചിന്തകൾ കൊണ്ട് പ്രതിരോധിക്കാൻ BJP-ക്കാർ നടത്തുന്ന ശ്രമം തികച്ചും അപലനീയമാണ്. കേരളീയ പൊതുസമൂഹം എന്തുകൊണ്ടാണ് മനസ്സുകൊണ്ട് ജനഗണമനയെ നാഷണൽ ആന്തമായി അംഗീകരിക്കുമ്പോൾ വന്ദേ മാതരം എന്ന ഗീതത്തിൻ്റെ ആദ്യ 2 ചരണങ്ങളെ മാത്രം ഉൾക്കൊള്ളാൻ ആഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള ചരണത്തിൽ കടന്നു വരുന്ന മതബന്ധിതമായ ചിഹ്നങ്ങൾ നമ്മുടെ മതേതര മൂല്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ വിഷയം ഉയർന്നതിന് ശേഷം ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അറിയാമെങ്കിൽ പോലും അതിനുശേഷം പോലും ഈ ചടങ്ങിൽ ഇങ്ങനെ നടന്ന RSSകാരുടെ ബോധപൂർവമായ അജണ്ട അത് നടപ്പിലാക്കാൻ നമ്മുടെ ഗവർണർ നടത്തിയിട്ടുള്ള ബോധപൂർവമായ താല്പര്യം, ഇതിനെതിരെ പ്രതിഷേധിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മടിച്ചുപോയി എന്നൊരു വിമർശനവും ഇപ്പോൾ ശക്തമാണ്. നമ്മുടെ രാജ്യത്ത് പൊതുവെ ജനങ്ങളിടയിൽ വിഭാഗീയത ഉയർത്താൻ കഴിയുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതിൽ മോദി സർക്കാർ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടിരിക്കെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിക്കുകയും ആ സ്ഥാനത്ത് വന്ദേ മാതരം ഉണ്ടാകരുത് എന്ന് പറയുവാൻ രവീന്ദ്രനാഥ് ടാഗോറിനെയും ഗാന്ധിജിയും ഒക്കെ പ്രേരിപ്പിച്ചതിൻ്റെ ഘടകം ഈ രാജ്യം ഒരു സെക്കുലർ രാജ്യമായി തുടരുമ്പോൾ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ പ്രത്യേകിച്ച് പുകഴ്ത്തിപ്പറയുകയും മറ്റുള്ളതിനെ തമസ്കരിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിൽ വിഭാഗീയമായ ചിന്തകൾക്ക് അടിത്തറവാകും എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ ജനഗണനയ്ക്ക് മുകളിൽ വന്ദേ മാതരം അവതരിപ്പിക്കാൻ RSS ആഗ്രഹിക്കുന്നത് രാജ്യത്ത് ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത വളർത്തുക എന്ന ഒറ്റ അജണ്ടയുടെ ഭാഗമാണെന്ന് ആദ്യമേ മനസ്സിലാക്കാൻ കഴിയുന്ന മലയാളികളുടെ പ്രതിനിധികൾ, മുഖ്യമന്ത്രിയെ പോലുള്ളവർ ഈ വിഷയത്തിൽ വേണ്ട ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ അവശേഷിക്കുന്നു.